ഗുഡ് മോർണിംഗ്. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് മെയ് 7-ന് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വിപണിയുടെ ഗതി മാറ്റുകയാണ്. അതിർത്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകോപനത്തിന് നൽകുന്ന തിരിച്ചടികളും തുടരെ ഉണ്ടാകുന്ന മിന്നലാക്രമണങ്ങളും നിക്ഷേപകരെ പാനിക് സെല്ലിംഗിലേക്ക് നയിച്ചു. യുദ്ധസമാന സാഹചര്യം ഉടലെടുത്തതിനാലും അനിശ്ചിതത്വം തുടരാനുള്ള സാധ്യത ഉള്ളതിനാലും വിപണിയിൽ ജാഗ്രതാ സമീപനമാണ് അനിവാര്യം. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി 1.39% ഇടിവ് റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 2.76% വീഴ്ചയിലേക്കും നീങ്ങി. ഓട്ടോ, മീഡിയ സൂചികകൾ ഒഴികെയുള്ള എല്ലാ സെക്ടറൽ സൂചികകളും വീക്ക്ലി പെർഫോമൻസിൽ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാദഫലങ്ങൾ താങ്ങി നിർത്തിയ ഓട്ടോ സൂചികയുടെ മുന്നേറ്റം 1.53%, മീഡിയ സൂചികയിലെ നേട്ടം 1.3%. ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ അവസാനിച്ച IT സൂചികയും ഒരുപാട് തകർച്ചയിലേക്ക് പോകാതെ പിടിച്ചു നിന്നു. ഏറ്റവുമധികം പ്രോഫിറ്റ് ബുക്കിംഗിന് സാക്ഷ്യം വഹിച്ച സൂചിക റിയൽറ്റിയാണ്. 6.56% കനത്ത ഇടിവിലേക്കാണ് സൂചിക നീങ്ങിയത്. തൊട്ടുപിന്നാലെ 4.39% നഷ്ടം PSU ബാങ്ക് സൂചികയും രേഖപ്പെടുത്തി. 2.5%-ലധികം ഫാർമ മേഖലയും 2.35% ഇടിവ് എനർജി സൂചികയും നേരിട്ടു. പ്രൈവറ്റ് ബാങ്ക് സൂചികയിലെ നഷ്ടം 2.15%. തുടർച്ചയായ മൂന്നാം തവണയും പലിശ നിരക്കിൽ മാറ്റം വരുത്താത്ത ഫെഡ് നടപടിയും US-UK ട്രേഡ് ഡീലുമൊക്കെയായി നിരവധി സംഭവങ്ങളായിരുന്നു US വിപണികളെ സ്വാധീനിച്ചത്. എങ്കിലും വാരാന്ത്യത്തിൽ പ്രധാന സൂചികകളിൽ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടത് വിപണികൾക്ക് തിരിച്ചടിയായി. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് സൂചിക 0.16% നേരിയ ഇടിവോടെ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നാസ്ഡാക്ക് 100 0.2% നേരിയ ഇടിവും S&P 500 0.47% ഇടിവുമാണ് റിപ്പോർട്ട് ചെയ്തത്. മെയ് 13-ന് വരുന്ന CPI, കോർ CPI കണക്കുകളാണ് പ്രധാനമായും US സൂചികകൾ കാത്തിരിക്കുന്ന നിർണായക ഡാറ്റ. ടാരിഫ് നടപടികളെ തുടർന്ന് പണപ്പെരുപ്പം ഉയരാനും വളർച്ച സമീപകാലത്തെങ്കിലും കുറഞ്ഞേക്കാം എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഫെഡ് പലിശ നിരക്കിൽ തൽസ്ഥിതി തുടർന്നത്. ഈ പശ്ചാത്തലത്തിൽ CPI ഡാറ്റകൾ വിപണിക്ക് നിർണായകമാകും. ഏപ്രിലിലെ കണക്കുകളാണ് വരുന്നത്. പണപ്പെരുപ്പം 0.3% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം മെയ് 15-ന് വരുന്ന ജെറോം പവലിന്റെ പ്രസ്താവനയും വിപണി ശ്രദ്ധ നേടിയേക്കാം. അന്ന് തന്നെയാണ് കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും എത്തുന്നത്. നേരിയ കുറവാണ് ഈ ഡാറ്റയിൽ പ്രതീക്ഷിക്കുന്നത്. പണപ്പെരുപ്പത്തെ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഇൻഡയറക്റ്റ് ഡാറ്റയാണിത്. അന്ന് തന്നെ വരുന്ന PPI ഡാറ്റയും വിപണി ശ്രദ്ധ പിടിച്ചുപറ്റും. പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും മെയ് 15-ന് പ്രസിദ്ധീകരിക്കും. മുൻപ് സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടനുമായുള്ള ട്രേഡ് ഡീലായിരുന്നു പോയ വാരം യൂറോപ്യൻ സൂചികകളെ നയിച്ചത്. എങ്കിലും പ്രതിവാരാടിസ്ഥാനത്തിൽ FTSE 100 കനത്ത വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടത്. നഷ്ടം 1.06%. അതേസമയം CAC 40 0.34% ഇടിവിലുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. മെയ് 13-ന് വരുന്ന ബ്രിട്ടന്റെ തൊഴിലില്ലായ്മ കണക്കുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തുടർന്ന് മെയ് 14-ന് ജർമ്മനിയുടെ CPI കണക്കുകളും എത്തുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ പണപ്പെരുപ്പത്തിന്റെ ഗതി ഈ ഡാറ്റയിലൂടെ നിക്ഷേപകർക്ക് അറിയാൻ സാധിക്കും. പണപ്പെരുപ്പം 0.4% തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് 15-ന് ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ GDP ഡാറ്റകളും അറിയാൻ സാധിക്കും. ഒപ്പം അന്ന് തന്നെ എത്തുന്ന ഫ്രാൻസിന്റെ CPI ഡാറ്റയും വിപണി ശ്രദ്ധ ആകർഷിക്കും. ഏഷ്യൻ മേഖലയിലേക്ക് വരുമ്പോൾ ഇന്ത്യ-പാക് സംഘർഷം മേഖലയിൽ അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും US-ചൈന ട്രേഡ് വാർ പുതിയ ഡെവലപ്മെന്റ് ഇല്ലാത്തത് ആശ്വാസം പകരുന്നു. മെയ് 15-ന് എത്തുന്ന ജപ്പാന്റെ GDP കണക്കുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. GDP വളർച്ച നെഗറ്റീവ് ആകുമെന്നാണ് അനുമാനിക്കുന്നത്. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം നേട്ടമാണ് കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 3.7% നേട്ടത്തിൽ ബാരലിന് $63.5 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായിക്കൊണ്ട് WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 4.3% നേട്ടത്തിൽ ബാരലിന് $60.4 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന എണ്ണ ഉപഭോക്താക്കൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിച്ചതും US-ഉം UK-യും തമ്മിലുള്ള ബ്രേക്ക് ത്രൂ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനവുമാണ് ഈ റാലിക്ക് ആക്കം കൂട്ടിയത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $62.17 തുടർന്ന് $58.15
അപ്സൈഡിലേക്ക് വരുമ്പോൾ $64.65 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $66.62 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $58.78 തുടർന്ന് $56.3 $54.7 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $61.3 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $63.35 തുടർന്ന് $65.39 ലെവലുകളും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. സ്വർണ്ണവിലയിലേക്ക് വന്നാൽ പ്രതിവാരാടിസ്ഥാനത്തിൽ 2.65% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണവില ട്രോയ് ഔൺസിന് $3,326.4 വ്യാപാരം അവസാനിപ്പിച്ചത്. റഷ്യ ഉക്രൈൻ യുദ്ധം, മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളുടെ വർധന, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നിവയിൽ നിന്ന് ഉടലെടുക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ് സുരക്ഷിതമായ നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണത്തിന് ഗുണം ചെയ്യുന്നത്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് ട്രോയ് ഔൺസിന് $3,276 തുടർന്ന് $3,224 $3,370 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടന്നാൽ 3,440 അടുത്തൊരു റെസിസ്റ്റൻസ് മേഖലയായിട്ട് ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. വാരാന്ത്യത്തിൽ 1.04% നേട്ടത്തിൽ 85.35 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. 85 രൂപ 81 പൈസ എന്നുള്ള നിലയിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 86 രൂപ 27 പൈസ എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 85 രൂപ 23 പൈസ എന്നുള്ള ലെവലിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. 84 രൂപ 95 പൈസയും അടുത്ത റെസിസ്റ്റൻസ് മേഖലയായിട്ട് പരിഗണിക്കാവുന്നതാണ്. തുടർച്ചയായ മൂന്നാം വാരവും വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നെറ്റ് ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത്. FIIകൾ 5078.42 കോടിയുടെ നിക്ഷേപവും DIIകൾ 10,450.96 കോടിയുടെ നിക്ഷേപവുമാണ് നടത്തിയത്. പോയ വാരം മെയ് 6 ഏപ്രിലിലെ S&P ഗ്ലോബൽ സർവീസ് PMI ഡാറ്റ എത്തിയിരുന്നു. മുൻ മാസത്തെ 58.5% നിന്നും 59.1% എത്തുമെന്നായിരുന്നു അനുമാനമെങ്കിലും 58.7% കണക്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടർന്ന് മെയ് 9 ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും എത്തി. കഴിഞ്ഞ ആഴ്ചയിലെ 11% നിന്ന് ബാങ്ക് ലോൺ ഗ്രോത്ത് 10.3% താഴ്ന്നു. ഡെപ്പോസിറ്റ് ഗ്രോത്ത് 10.2% രേഖപ്പെടുത്തി. വരുന്ന വാരം മെയ് 13 ഏപ്രിലിലെ CPI കണക്കുകൾ എത്തും. അന്നേ ദിവസം തന്നെ WPI ഇൻഫ്ലേഷൻ, മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ, WPI ഫുഡ്, ഫ്യൂവൽ ഡാറ്റകളും റിപ്പോർട്ട് ചെയ്യും. 6 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന CPI കണക്കുകളായിരുന്നു മാർച്ചിൽ റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിലിലും രാജ്യത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിലിൽ CPI 3.2%-ലെത്തുമെന്നാണ് ബ്ലൂംബർഗ് നടത്തിയ പോളിൽ സാമ്പത്തിക വിദഗ്ധരുടെ ശരാശരി പ്രവചനം സൂചിപ്പിക്കുന്നത്. മാർച്ചിൽ 3.34% CPI. ഇത് 2019 ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്നതും കേന്ദ്ര ബാങ്കിന്റെ ലക്ഷ്യമായ 4%-ത്തേക്കാളും താഴെയുമാണ്. ബ്ലൂംബർഗ് നടത്തിയ പോൾ അനുസരിച്ച് 2025 ഏപ്രിലിൽ WPI പണപ്പെരുപ്പം 1.5% റിപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. മാർച്ചിൽ 2.05% WPI പണപ്പെരുപ്പം. തുടർന്ന് മെയ് 15 ട്രേഡ് ബാലൻസ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്സ് ഡാറ്റകളും പുറത്തുവരും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ 16-ാം തീയതി റിപ്പോർട്ട് ചെയ്യും. മെയ് 2 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $2.06 ബില്യൺ കുറഞ്ഞ് $686.06 ബില്യൺ കോർപ്പറേറ്റ് തലത്തിൽ പോയ വാരം പ്രധാന കമ്പനികളായ പേടിഎം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, കോൾ ഇന്ത്യ, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ഏഷ്യൻ പെയിന്റ്സ് എന്നിവയുടെ പാദഫലങ്ങളായിരുന്നു വിപണിയെ സ്വാധീനിച്ചത്. പേടിഎമ്മിന്റെ 4-ാം പാദത്തിൽ കമ്പനിയുടെ നഷ്ടം 544.6 കോടി രൂപയായി കുറഞ്ഞു. വരുമാനത്തിൽ 15.7% ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 18% ഉയർച്ചയാണ് കണ്ടത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 2% ഇടിവും ഇത്തവണ കമ്പനി രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റിൽ 12% വർധനവാണ് കോൾ ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ 5 രൂപ 15 പൈസ എന്നുള്ള നിരക്കിൽ കമ്പനി ലാഭവിഹിതം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. മികച്ച പാദഫലമാണ് ലാർസൻ ആൻഡ് ട്യൂബ്രോ രേഖപ്പെടുത്തിയത്.
കമ്പനിയുടെ ലാഭം 25% വർദ്ധിച്ച് 5497 കോടി രൂപയായി ഉയർന്നു. വരുമാനമാകട്ടെ 11% വർധനവോടെ 74,392 കോടി രൂപയിലുമെത്തി. ഓഹരി ഒന്നിന് 34 രൂപയുടെ ലാഭവിഹിതം നൽകാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ കൃത്യമായ റവന്യൂ ഗൈഡൻസ് നൽകിയത് ഓഹരികളെയും തുണച്ചിട്ടുണ്ട്. ഏഷ്യൻ പെയിന്റ്സിന്റെ നെറ്റ് പ്രോഫിറ്റിൽ 45% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കൺസോളിഡേറ്റഡ് റവന്യൂവിൽ 4.3% ഇടിവും ഇത്തവണ കമ്പനി റിപ്പോർട്ട് ചെയ്തു. വരുന്ന വാരത്തിൽ നിർണായകമായ ഒരുപിടി കമ്പനികളുടെ ഫലങ്ങളാണ് വിപണി ശ്രദ്ധ ആകർഷിക്കുക. 12-ാം തീയതിയാണ് ടാറ്റ സ്റ്റീൽ കമ്പനിയുടെ റിസൾട്ടുകൾ എത്തുക. 4-ാം പാദത്തിൽ ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് തുടർച്ചയായ ശക്തമായ നമ്പേഴ്സ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലൂംബർഗിന്റെ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ലാഭം ഏകദേശം 3 ഇരട്ടിയായി, അതായത് 1167 കോടി രൂപയാകുമെന്നാണ്. മെച്ചപ്പെട്ട സ്റ്റീൽ വിലകൾ കാരണം കമ്പനിയുടെ റിയലൈസേഷൻസ് ക്വാർട്ടർ ടു ക്വാർട്ടർ മാർജിനലി മെച്ചപ്പെടുമെന്നും അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 13-ാം തീയതി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ പ്രമുഖർ ഗെയിൽ, ഹീറോ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, സിപ്ല, ഗെയിൽ ഇന്ത്യ, ഹീറോ മോട്ടോകോർപ്പ്, ആദിത്യ ബിർള ക്യാപിറ്റൽ തുടങ്ങിയ കമ്പനികളാണ് 13-ാം തീയതി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നവരിൽ പ്രമുഖർ. ടാറ്റ മോട്ടോഴ്സ് ഓഹരി ഉടമകൾക്ക് അന്തിമ ലാഭവിഹിതം പ്രഖ്യാപിച്ചേക്കാമെന്നതിനാൽ 2025-ലെ ലാഭവിഹിത പ്രഖ്യാപനത്തിനായി നിക്ഷേപകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ടാറ്റ പവർ, ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകൾ 14-ാം തീയതിയാണ് എത്തുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇത്തവണയും ശക്തമായ വളർച്ച പ്രകടമാക്കാനുള്ള സാധ്യതയാണ് പല അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നത്. റിന്യൂവബിൾ എനർജി മേഖലയിലെ അഗ്രസീവായിട്ടുള്ള എക്സ്പാൻഷനിലൂടെയും സോളാർ, വിൻഡ്, ഊർജ്ജ സംഭരണ പദ്ധതികളിലെ തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും ടാറ്റ പവർ സ്ട്രോങ് നമ്പേഴ്സ് രേഖപ്പെടുത്തുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 15-ാം തീയതി ഏർണിംഗ് നമ്പേഴ്സ് പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ പ്രമുഖർ അബോട്ട് ഇന്ത്യ, പേജ് ഇൻഡസ്ട്രീസ്, ITC ഹോട്ടൽസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, LIC ഹൗസിംഗ് ഫിനാൻസ് എന്നിവയാണ്. തൊട്ടു പിന്നത്തെ ദിവസം റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതിൽ ഹുണ്ടായി മോട്ടോഴ്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നീ കമ്പനികളുമുണ്ട്. നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഷോർട്ട് ടേം സ്ട്രക്ചർ ദുർബലമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അനലിസ്റ്റുകൾക്കിടയിൽ കൺസെൻസസ് പൊതുവെ പോസിറ്റീവ് ആണെങ്കിൽ പോലും നിക്ഷേപകർ വരും സെഷനുകളിൽ ഒരു കോഷ്യസ് സ്റ്റാൻസ് സ്വീകരിക്കണമെന്നും അതോടൊപ്പം അധികം ലിവറേജ് ഉപയോഗിച്ച് പൊസിഷൻസ് എടുക്കരുതെന്നും അവർ പറയുന്നു. ഡെയിലി ബേസിസിൽ നിഫ്റ്റി 338 പോയിന്റ് താഴ്ന്ന് ഓപ്പൺ ചെയ്ത ശേഷം ക്ലോസിംഗ് വരെ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു ആഴ്ചയിലെ അവസാന ദിനം കാഴ്ചവെച്ചത്. വീക്ക്ലി ബേസിസിൽ സൂചിക 1.5% ഇടിഞ്ഞ് ഒരു ക്ലാസിക്കൽ പാറ്റേൺ അല്ലെങ്കിൽ പോലും ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായ കാൻഡിൽ ഫോം ചെയ്യുകയുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ വിപണിയെ വളരെയധികം ബാധിക്കുന്നു എന്നാണ് HDFC സെക്യൂരിറ്റീസ് അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത്. ഇത്തരത്തിലുള്ള വീക്ക്നെസ് തുടരുകയാണെങ്കിൽ നിഫ്റ്റി 23,800 മുതൽ 23,600 എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തേക്കാമെന്നും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 24,200 പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതേസമയം ലോവർ ലെവലുകളിൽ നിന്നും ബൈയിങ് ഉണ്ടായേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മാർക്കറ്റിൽ ഇത്രയും ടെൻഷൻസ് ഉണ്ടായിട്ടും നിഫ്റ്റി ലിമിറ്റഡ് ആയ ലോസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത്. സൂചിക അതിന്റെ മീഡിയം ലോങ് ടേം ആവറേജുകളുടെ മുകളിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ബ്രോഡ് ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇവിടെ 23,850 മുതൽ 23,800 ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിരിക്കുമെന്നും 24,250 മുതൽ 24,300 റെസിസ്റ്റൻസായി പരിഗണിക്കാമെന്നും അവർ പറഞ്ഞു വയ്ക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും വളരെ ഹാർഷായ കറക്ഷന് വിധേയമായെന്നാണ് കോട്ടക് സെക്യൂരിറ്റീസ് അനലിസ്റ്റ് അമോൽ അഥാവാലെ പറയുന്നത്. ഡെയിലി ബേസിസിൽ സൂചിക ഒരു ഡയറക്ഷൻ എടുക്കാൻ സാധിക്കാതെ ഡോജി പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെന്നും 1.5% ഇടിവ് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും സെഷനുകളിൽ ബാങ്ക് നിഫ്റ്റി 53,000 മുതൽ 52,650 എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തേക്കാമെന്നും മറിച്ച് മുന്നേറ്റമുണ്ടായാൽ 54,800 മുതൽ 55,000 റെസിസ്റ്റൻസായി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരുന്ന വാരത്തിൽ ഡാറ്റകൾക്കപ്പുറത്തേക്ക് മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുക ഇന്ത്യ പാക് സംഘർഷാവസ്ഥ തന്നെയാകും. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിപണിയിൽ പാനിക് സെല്ലിംഗ് തുടരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം.
നന്ദി, നമസ്കാരം.